ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫാമിലി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പൂരത്തിന് വന്നേക്കാണ്. തൊട്ടിപ്പാൾ പൂരത്തിനാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ആന. നടുവിൽ നിൽക്കണ്ടായിരുന്നതാണ് ആന. ശരിക്കും 7 ആനകളുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ മുകളിൽ കയറിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 7 ആനകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, ശരിക്കും പൂരം 1 മണിക്ക് കയറിയിട്ട് 1:30-ക്ക് പടക്കം പൊട്ടിക്കേണ്ടതാണ്. പക്ഷേ ഖദന പൊട്ടിച്ചപ്പോൾ 3 ആൾക്കാരെ മേത്തേക്ക് ഖദന മരുന്ന് ഇങ്ങനെ തെറിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സീനായി എന്നൊക്കെ പറഞ്ഞിട്ട് തൊലി വരെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് പടക്കം പൊട്ടിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ പടക്കമൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പൂരം കുറച്ചും കൂടി നീട്ടിയെടുത്തു. ഒരു 2:05 വരെയൊക്കെ പൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ നിന്ന് കാണാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരുന്നു. എനിക്ക് കാണണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരേ പൊത്ത് പോലത്തെ സ്ഥലമുണ്ട്, അവിടെ പോയി കാണുമായിരുന്നു. കണ്ടോ ഗൈസ്, ഇങ്ങനെ കണ്ടോ ആൾക്കാരുടെ തലകളും കൈകളൊക്കെ കാണുന്നത് കണ്ടോ. ഈ ഓരോരുത്തരുടെ ബാക്കിലൊക്കെ പോയായിരുന്നു വീഡിയോ എടുക്കണ്ടായിരുന്നേ. ഒരു ആൻറ്റി കുടയൊക്കെ പിടിച്ചുകൊണ്ട് എനിക്ക് ആ കുട കിട്ടി. അതുകൊണ്ട് പിന്നെ വെയിൽ കൊള്ളാണ്ട് രക്ഷപ്പെട്ടു. അമ്മ പിന്നെ ഷാൾ ഇട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഷാളെങ്കിലും ഇടായിരുന്നു. അമ്മ അപ്പുറത്തെ സൈഡിലും ഞാൻ ഇപ്പുറത്തെ സൈഡിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഇപ്പുറത്തെ സൈഡിലത്തെ വീഡിയോ എടുത്തു, ഞാൻ അപ്പുറത്തെ സൈഡിലത്തെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ശരിക്കും ഇവർ പടക്കമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഖദന ഇങ്ങനെ തെറിച്ചുകൊണ്ട് പിന്നെ ആ പടക്കമൊക്കെ ഊരി മാറ്റി വെച്ചു കേട്ടോ. ഞങ്ങൾ ശരിക്കും തൊട്ടിപ്പാൾ പൂരത്തിന് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം തൊട്ടിപ്പാൾ പൂരത്തിന് പോകേണ്ട, ആറാട്ടുപുഴ പൂരത്തിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ തൊട്ടിപ്പാൾ പൂരത്തിന് പോയി ആറാട്ടുപുഴയ്ക്ക് പോയില്ല വൈകിട്ട്. അപ്പോൾ ഗൈസ്, പൂരം കഴിഞ്ഞിട്ട് ആനകളെ ചുറ്റും ഇങ്ങനെ നടത്തിക്കും, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, പടക്കം പൊട്ടുമെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ആന. ഇങ്ങനെ വരുമായിരുന്നു ആന. എന്നിട്ട് തിടമ്പ് അഴിച്ചിട്ട് അമ്പലത്തിൻ്റെ ചുറ്റും നടക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആന തിടമ്പ് അഴിച്ചു വയ്ക്കും. എന്നിട്ട് നെറ്റിപ്പട്ട മാത്രമായിട്ട് അമ്പലത്തിൻ്റെ ചുറ്റും പോവും. ഇത് തൊട്ടിപ്പാൾ ഭഗവതിയാന്ന് തോന്നുന്നു ഈ തിടമ്പ്. എനിക്ക് അറിയില്ല ശരിക്ക്, ആന്ന് തോന്നണം കേട്ടോ.
ഗൈസ് അമ്മ അവിടെ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നു കേട്ടോ. അവരോട് ഐസ്ക്രീം വാങ്ങിക്കുകയാണ്. അച്ഛൻ വണ്ടി എടുക്കാൻ പോയി. അപ്പോൾ അച്ഛൻ്റെ വീടാട്ടോ തൊട്ടിപ്പാള്. അപ്പോൾ അച്ഛൻ ജനിച്ച വീടാണ്. അപ്പം വെടിക്കെട്ടില്ല, അല്ലെങ്കിൽ നല്ല സൂപ്പർ വെടിക്കെട്ട് ഉണ്ടാവേണ്ടതാണ്. ഒരാൾക്ക് കഥന പൊട്ടിയിട്ട് എന്താ പരിക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വെടിക്കെട്ടില്ല. അപ്പോൾ ഗൈസ് പൂരം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അച്ഛൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവായിരുന്നു. എൻ്റെ കസിൻ്റെയും കൂടി വീടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയണ്ടാവില്ല, ഹിരൺമയി എന്നാണ് പേര്, നിങ്ങൾക്ക് അറിയണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട് ഞങ്ങൾ പോവായിരുന്നു. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഋഷിക പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഐസ്ക്രീം വാങ്ങണമെന്ന്. അപ്പോൾ അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നില്ലല്ലോ, അപ്പോൾ അവൾക്ക് ഐസ്ക്രീം വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ വെടി പൊട്ടുന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരാറ് നിന്ന കാര്യം. തറക്കൽ പൂരത്തിന് എന്നെ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു വെടിയൊക്കെ പൊട്ടിയോണ്ട്. അപ്പോൾ അവളെ കൊണ്ടുപോയിണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ട് അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ വിഷുവിൻ്റെ പടക്കങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഋഷിക പൊട്ടിക്കായിരുന്നു. ഇവിടെ നിറച്ച ഡ്രസ്സായിരിക്കും. അവൾ അവിടെയൊക്കെ നിന്ന് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അവിടെ ഡ്രസ്സൊക്കെ ഇല്ലേ കത്തിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം.